റീസെന്റ് ഇന്നലെ അമ്മയാണ് എന്റെ അടുത്ത് ഗബ്രീന്റെ ഇന്റർവ്യൂവിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നത്. അമ്മ ആദ്യം തന്നെ എന്നോട് ചോദിച്ചത്, ഇപ്പൊ എന്ത് തേങ്ങയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഈ ഗബ്രീന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഇവനോട് ചക്ക പ്ലാവിലല്ലേ കഴിക്കുന്നതെന്ന് ചോദിച്ചാൽ പറയും അല്ല, ചക്ക മാവിലാണ് കഴിക്കുന്നതെന്ന്. അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും താൻ രക്ഷ എഴുതി കെട്ടിച്ചോ, തനിക്കാണ്ട് വലിയ കുഴപ്പം തുടങ്ങുക. എന്നിട്ട് അവൻ പറയും ചക്ക മാവ് തന്നെയാണ് കഴിക്കുന്നത്, അത് കാണുന്നവർക്കാണ് അത് പ്ലാവിലായിട്ട് തോന്നുന്നത് എന്നാ ഇവൻ പറയുന്നത്. എനിക്ക് ഏറ്റവും കോമഡി ആയിട്ട് തോന്നുന്നത്, ഇവനൊന്നിൽ തുടങ്ങും, ഇവൻ ഫസ്റ്റ് കുഴിയില് എന്നിട്ടുണ്ടല്ലോ ആടെ ഇരുന്ന് മണ്ണിങ്ങനെ മാന്തു. പിന്നെ ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ഒരു സാധനം ഇവൻ ചോദിക്കുന്നു, ആങ്കർ ചോദിക്കുന്നു, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പം എൻഗേജ്ഡ് ആയിട്ടില്ല അല്ലെങ്കിൽ കമ്മിറ്റഡ് ആയിട്ടില്ല ഒരു പെൺകുട്ടീനെ ഈ പറയുന്ന പോലെ ഈ രീതിയിലുള്ള കെട്ടിപ്പിടിക്കുക, ഉമ്മ വെക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയായിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത്? ഞാനൊരു പുരുഷനല്ലടാ, ഒന്ന് ലൈനിട്ട് നോക്കിയതാ. ഈ പറയുന്ന പോലെ ഈ രീതിയിലുള്ള കെട്ടിപ്പിടിക്കുക, ഉമ്മ വെക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയായിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത്? എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല. ജാസ്മിൻ കമ്മിറ്റഡ് ആണെന്നൊന്നും എന്നോട് പറഞ്ഞൊന്നുമില്ല. കമ്മിറ്റഡ് എന്നുള്ളൊരു കാര്യമേ പറ്റ. അല്ല മോനെ, നിനക്കെന്ന ഓർമ്മശക്തി എന്തെങ്കിലും കുറവുണ്ടെന്ന് എനിക്ക്. സത്യം ഞാൻ തുറന്നു പറയട്ടെ, എനിക്കൊന്നും അറിയില്ല. എനിക്കൊരു പെണ്ണിനെയും പെടക്കോഴിനും അറിയില്ല. ഓളെല്ലടം നിലത്ത് കിടത്തിട്ട് എന്ന് പറഞ്ഞ അല്ലറിയത്. നീ അപ്പം ആടെ കുത്തിരിക്കുന്നുണ്ടായിട്ടടാ. ആ പെണ്ണ് തൊണ്ടയും പൊട്ടി കരഞ്ഞു പറഞ്ഞിട്ടാണ് നിന്നോട് കമ്മിറ്റഡ് ആണ്, ഞാൻ അത് ഈ തെണ്ടിനോട് പറഞ്ഞതാണ് അവള് പറഞ്ഞിട്ടില്ലേ? അത് നീ കേട്ടിച്ചില്ലേടാ? എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര. നീ കിടന്ന് ഉരുളൊന്നും വേണ്ട, ഇക്കാര്യമേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്നിട്ട് പറയുന്നു അവൾ എന്നോട് കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നു പിന്നെ എന്താ പറഞ്ഞത്? പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. അപ്പൊ ഇവൻ പറയുന്നു ഏതോ ഒരുത്തൻ വെറുതെ റോട്ടിലെ കൂടെ പോകുമ്പോ വീട്ടിൽ വന്നിട്ട് പിന്നെ ജാസ്മിനെ ഞാൻ കല്യാണം കഴിച്ചോട്ടെ, അപ്പൊ ജാഫർക്ക് മനസ്സറിഞ്ഞിട്ട് നോക്കാം. അപ്പൊ ആങ്കർ ചോദിക്കുന്നത് അല്ല കേട്ടാ, അതല്ലേ ഇപ്പൊ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്. അത് കമ്മിറ്റ്മെന്റ് അല്ല. എന്തോ എങ്ങനെ അക്കോർഡിംഗ് ടു ഗബ്രി അത് കമ്മിറ്റ്മെന്റ് അല്ല. പിന്നെ അതെന്താടാ? ആ പാവം ഉണ്ണിയമ്മയെ മായം കാട്ടി തക്കിട തരികിടയാക്കി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് ഡക്കും പുട്ടും നിന്റെ പരിപാടി തീർത്ത് തരാടാ ഞാൻ. എൻഗേജ്മെന്റ് അല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, അതൊക്കെ ഒരു കമ്മിറ്റ്മെന്റ് ആണ്. പിന്നെ അത് എന്ത് തേങ്ങയാണ്? അക്കോർഡിംഗ് ടു യു ഗൈസ് എന്താണ് കമ്മിറ്റ്മെന്റ്? പിന്നെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കഴുത്തിൽ ഒരു മെഹർ വീണ് കഴിഞ്ഞാൽ ഒരു താലി വീണ് കഴിഞ്ഞാൽ മാത്രം കമ്മിറ്റ്മെന്റ് ഇല്ലൂ എന്നാണോ നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത്? എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ള ഒരു തൊട്ടിക്കൂട്ടുകാരൻ, പിന്നെ ഒരു തോൽവി അയൽക്കാരനും. 1555 പ്രാവശ്യം പറയുന്നത് വാക്ക് കൊടുത്തിട്ടാണ് വന്നത്. ഞാൻ തിരിച്ചു വരും, അതിനെ തന്നെയാണ്. ആ വാക്ക് എന്നുള്ളൊരു ഓപ്ഷനാണ് നമ്മൾ പറയുന്നത് കമ്മിറ്റ്മെന്റ്. എനിക്കെല്ലാം മനസ്സിലായെന്ന്. കീപ്പ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കണം. ആന കൊടുത്താലും ആശ കൊടുക്കരുത് എന്നാണ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും യൂണിയൻ അല്ലേ? വാടാ, ഞാൻ കളി പഠിപ്പിച്ചാരാടാ. എടാ സർദാർജീനെ വരച്ച വരെ നിർത്തിയോളാടാ ഈ കത്രീന്. പിന്നെ 2 ചോട്ടകള്